നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് നമ്മുടെ സ്വിച്ച് ഗിയേഴ്സിൻ്റെ അല്ലെങ്കിൽ MDB, NDB, സബ് DBസിൻ്റെ ഒക്കെ അതിൻ്റെ അകത്തുള്ള ചെക്ക് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മീൻസ് ഏതൊക്കെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സ്റ്റാൻഡേർഡ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് 61439 അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡായ 61439 ആണ്. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അതിൽ നമ്മുടെ റേറ്റിങ്സ് ഇതിൻ്റെ ഡിനോട്ട് ചെയ്യും. എത്ര റേറ്റിങ്സിലുള്ള ആണ് ഇതിൻ്റെ ഇൻകമർ എന്നുള്ളത് ഡിനോട്ട് ചെയ്യും. അത് ബ്രേക്കറാണോ ഐസൊലേറ്റർ ആണോ എന്നുള്ളതും ഡിനോട്ട് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഇത് കാണിച്ചിരിക്കുന്നത്. 200 തൊട്ട് തുടങ്ങുന്നത് 200, 300, 400 അങ്ങനെ 2500 വരെയുള്ള ഡിനോട്ട് ചെയ്യും. മെയിൻ DB അല്ലെങ്കിൽ സബ് DB. അത് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ വാൾ മൗണ്ടഡ് ആണോ, ഫ്ലോർ മൗണ്ടഡ് ആണോ, അതോ പെഡസ്റ്റൽ വഴി ആണോ എന്നൊക്കെ നോക്കും. പിന്നെ നമ്മൾ അകത്ത് വെക്കുകയാണെങ്കിൽ ഇൻഡോർ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇൻഡോർ ടൈപ്പിന് IP41 42 പ്രൊട്ടക്ഷൻസ് ആണ്. ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ അറിയാത്ത ആൾക്കാർ മിക്കവർക്ക് അറിയായിരിക്കാം. വർക്കിംഗ് പ്രൊഫഷണൽസിന് അറിയാത്തവർക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഔട്ട്ഡോർ ആണെങ്കിൽ എന്തായാലും 54, 55 മിനിമം ഉപയോഗിക്കണം എന്നുള്ള കേസ് പറയുന്നുണ്ട്. അതിന് മുകളിലാണെങ്കിൽ ബെറ്റർ 65, 66, 67 ഒക്കെ ആണെങ്കിൽ ബെറ്ററാണ്, അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെയിൻറ്റിങ് ഉണ്ട്. എപ്പോക്സി, പോളിസ്റ്റർ, ഗാൽവനൈസ്ഡ് അല്ലെങ്കിൽ സ്റ്റോവ് എനാമിൽഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിലേതാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ കവർ, ഫ്രണ്ടിലുള്ള കവർ ഹിഞ്ച് ടൈപ്പാണോ, വിജാഗിരിയുള്ള ടൈപ്പാണോ, അല്ലെങ്കിൽ നമ്മൾ ബോൾട്ട് ചെയ്ത് വെക്കണോ, അല്ലെങ്കിൽ പാനൽ ലോക്കോ ഗ്യാസ്കറ്റ് ടൈപ്പോ ഉള്ളതാണോ എന്നൊക്കെയാണ് എടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ വന്നത് അതിൻ്റെ KWH മീറ്ററിൻ്റെ ആണ് റീഡിങ് പ്രൊവിഷൻ എവിടെയാണെന്നുള്ളത്. ഗ്ലാസ് വിൻഡോവും അത് ഗ്യാസ്കറ്റ് ടൈപ്പാണോ ഉള്ള കേസും. പിന്നെ കേബിൾ ട്രേയുടെ എൻട്രി ടോപ്പാണോ ബോട്ടം ആണോ, ടോപ്പ് ആൻഡ് ബോട്ടം രണ്ടും ഉണ്ടോ എന്നുള്ളത്. ഇപ്പം ഇൻ ഔട്ടൊക്കെ പോകുന്ന പല രീതിക്കും വരാമല്ലോ. അപ്പോൾ ആ കേസാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ വെൻറ്റിലേഷൻ, അതിൻ്റെ ലൂവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മെക്കാനിക്കൽ എക്സോസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഹയർ റേറ്റിംഗ് ഉള്ള ഒരു DB ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് എക്സോസ്റ്റ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഒരു ടൈപ്പ് എക്സോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ഹീറ്റ് ജനറേറ്റഡ് ആകും. പിന്നെ അതിൻ്റെ പാഡ് ലോക്കിംഗ് ഫെസിലിറ്റി, ലോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റി. പിന്നെ അതിൻ്റെ ഫാൾട്ട് റേറ്റിംഗ്, അതായത് ലൈവ് പാർട്സും ഇൻകമ്മിങ് ഔട്ട് ഗോയിങ്ങും തമ്മിലുള്ള സെപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് പല ഫോം ഓഫ് പാനൽസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇൻകമർ ഔട്ട് ഗോയിങ്സ് ഒക്കെ തമ്മിലുള്ള സെഗ്രിഗേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ബാരിയർ ആണോ, ഷ്രൗഡിങ് ആണോ, ഫേമിലി സെക്യൂർ ചെയ്തേക്കണാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബസ് ബാറിൻ്റെ ടാപ്പ് ഔട്ട് കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത്, പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ്, അതായത് സെപ്പറേറ്റ്ലി മൗണ്ട് ചെയ്യുന്ന ടൈപ്പാണോ, ഫേമിലി ടൈറ്റൻ ചെയ്തേക്കുന്ന സ്ക്രൂ മീൻസ് നെറ്റ് ബോൾട്ടോ ലെഗൊക്കെ യൂസ് ചെയ്തേക്കുന്ന ടൈപ്പാണോ എന്നുള്ളതാണ്. പിന്നെ ന്യൂട്രൽ ആൻഡ് ബസ് ബാർ ടെർമിനൽസ്, അപ്പോൾ അതിൻ്റെ കേസുകളിൽ അതിൻ്റെ മൗണ്ടിങ് എങ്ങനത്തെ ടൈപ്പാണെന്നുള്ളത് നോക്കണം. അതിൻ്റെ ക്ലിയറൻസസ്, ഫേസും ന്യൂട്രലും തമ്മിലുള്ള ക്ലിയറൻസ്, ഫേസുകളൊക്കെ തമ്മിലുള്ള ക്ലിയറൻസും, എർത്ത് തമ്മിലുള്ള ക്ലിയറൻസും എല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ നോട്ട് ചെയ്യും. ഇനി അറേഞ്ച്മെൻറ്റ് ഓഫ് ബസ് ബാറിൽ മെയിനായിട്ട് അതിൻ്റെ അഡിക്വേറ്റ്ലി സൈസ്ഡ് ആണോ എന്നുള്ളത് നോക്കും. എന്ന് വെച്ചാൽ അതിൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കറക്റ്റ് ആണോ എന്നുള്ള കേസ് നോക്കും. പിന്നെ അതിൻ്റെ സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യപ്പെടും. പിന്നെ അതിൻ്റെ അകത്തുള്ള എത്ര ബോൾട്ട് ജോയിൻസ് ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ ബസ് ബാറിൻ്റെ ടെമ്പറേച്ചർ റേറ്റിംഗ് നോക്കും. മാക്സിമം 70 ഡിഗ്രി ഇൻ്റർ ആംബിയൻ ടെമ്പറേച്ചറിന് വേണ്ടിയാണ് റേറ്റ് ചെയ്തേക്കുന്നത്. അതാണ് വേണ്ടത്. അത് ഇൻകമ്മിങ് ബ്രേക്കറിനൊക്കെ പറ്റിയ ടൈപ്പാണോ എന്നുള്ളതും കൂടി ഇതിൻ്റെ അകത്ത് ക്രോസ് ചെക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ ടിൻഡ് അൾട്രോളിറ്റിക് കോപ്പറാണോ അതിന് യൂസ് ചെയ്തേക്കുന്നത് എന്നുള്ള കേസും ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്യും. പിന്നെ വരുന്ന ഫാൾട്ട് കറണ്ട് റേറ്റിങ്സ് ആണ്. അപ്പോൾ ഞാൻ ഫാൾട്ട് ലെവൽ കാൽക്കുലേഷനൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടിൽ നമ്മുടെ DBയുടെ സ്ഥലങ്ങളിലൊക്കെ വരുന്ന ഫാൾട്ട് ലെവൽ എന്താണെന്ന് മനസ്സിലാക്കി അവിടെയുള്ള കറണ്ടിൻ്റെ ഇത് അതനുസരിച്ചുള്ള ബസ് ബാർസും അതൊക്കെ അതനുസരിച്ച് യൂസ് ചെയ്യണം. ബസ് ബാർസ് മാത്രമല്ല സ്വിച്ച് ഗിയേഴ്സും അതനുസരിച്ച് യൂസ് ചെയ്യണം. അതാണ് മിനിമം. ഇൻകമർ ആൻഡ് ഔട്ട് ഗോയിങ് ബസ് ബാറിൻ്റെയും ഫാൾട്ട് ലെവൽ നോക്കണം. പോയിന്റ് നമ്പർ 5 പറയുന്ന ഔട്ട് ഗോയിങ് ബ്രേക്കേഴ്സിൻ്റെ ഫാൾട്ട് ലെവൽ നോക്കണം. അതുകൂടാതെ അതിൻ്റെ കറണ്ട് റേറ്റിങ്സ് 200 ആണോ 300 ആണോ അങ്ങനെയുള്ള കേസുകളും. അതിന് വേണ്ടിയുള്ള കേബിൾ ബോക്സ്, ഔട്ട് ഗോയിങ് കേബിളിന് വേണ്ടിയുള്ള കേബിൾ ബോക്സിൻ്റെ കേസുകൾ ചെക്ക് ചെയ്യണം.
പിന്നെ അതിൻ്റെ ഡ്രസ്സിങ് ക്ലാമ്പ് ചെയ്താണോ അതോ ടൈ ഒക്കെ അടിച്ചിട്ടാണോ അതിൻ്റെ കേസ് നോക്കണം. അതിൻ്റെ അതെങ്ങനെ പോകണമെന്നുള്ള ചാനൽസ് വഴിയാണോ ട്രങ്കിങ് വഴിയാണോ, അതിൻ്റെ അതിൻ്റെ ഹൈറ്റ് നോക്കണം. മിനിമം അല്ല മാക്സിമം ഹൈറ്റ് എത്ര, അത് എമൗണ്ട് ഇതിൻ്റെ കേബിൾസ് കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ ഹൈറ്റ് റിലേറ്റഡ് പാർട്ടുകൾ നോക്കാനുണ്ട്. പിന്നെ ഇതുകൂടാതെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേഷണൽ ആക്സസ് എന്ന് മീൻ ചെയ്യുന്നത് നമുക്കിത് ഓൺ ഓഫ് ആക്കാനൊക്കെ ഒരു പ്രൊവിഷൻ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് പോയി ഓൺ ഓഫ് ആക്കാനുള്ള കാര്യങ്ങൾ കറക്റ്റാണോ, അതിൻ്റെ ഡോറ് കറക്റ്റാണോ, അതിൻ്റെ ഹിങ് ടൈപ്പ് ആണോ, ബോൾട്ടഡ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കണേ. പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ പാർട്ടിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ മെയിൻ്റെനൻസ് വരും. അതിൽ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയ CT, പിന്നെ എനർജി മീറ്റർ, അതിൻ്റെ ഇതും, പിന്നെ ഗ്ലാൻഡിങ് ചെയ്ത ഗ്ലാൻഡ് പ്ലേറ്റിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് വരും. പിന്നെ അത് യൂസ് ചെയ്തേക്കുന്ന കോപ്പർ കേബിൾ, അതിൻ്റെ ടെർമിനേഷൻസ്, കോപ്പറിൻ്റെ ഡിഫറെൻറ്റ് കേബിൾസ് ഉണ്ട്, XLP AWA കേബിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടെർമിനേഷൻ ചെയ്തേക്കുന്ന ഗ്ലാൻഡ് പ്ലേറ്റ്സിനെ പറ്റിയൊക്കെയുള്ള ചെക്ക് ലിസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് നോക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇൻകമിങ് ഔട്ട് ഗോയിങ് സപ്ലൈയുടെ തെർമൽ റേറ്റിങ്സും അതിൻ്റെ ഫാൾട്ട് റേറ്റിങ്സ് ഒക്കെ മനസ്സിലാക്കണം. പിന്നെ എന്ത് ടൈപ്പ് ഇൻകമിങ് ഔട്ട് ഗോയിങ് തമ്മിലുള്ള എന്തൊക്കെ ടൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്, അത് തമ്മിലുള്ള ഗ്രേഡിങ് എന്ന് പറഞ്ഞ പാട്ട് നോക്കണം. ഗ്രേഡിങ്ങിൻ്റെ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്. ഗ്രേഡിങ് മീൻസ് ഇൻകമർ ഔട്ട് ഗോയിങ് തമ്മിലൊരു റിലേഷൻ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഗോയിങ് ട്രിപ്പ് ആവുന്നതിന് വരെ ഇൻകമിങ് മെയിൻ സപ്ലൈക്ക് ട്രിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ആ പാട്ട് അതിൻ്റെ അകത്ത് നോക്കണം. പിന്നെ വരുന്നത് അതിൽ ഫൈനലി നമ്മൾ ഇൻസ്ട്രുമെൻസിൻ്റെ ഇതിലൊക്കെ ഫെയർ റൂൾസ് യൂസ് ചെയ്യണം ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ആ പാർട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസും അതർ ഇതിനൊക്കെ ഫെയർ റൂൾ യൂസ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ് എർത്തിങ് എന്തായാലും നോക്കണം. അതിൻ്റെ യൂസ് ചെയ്യുന്ന ബസ് ബാറിൻ്റെ കേസുകളൊക്കെ നോക്കണം. കറക്റ്റ് ഈ ഫാൾട്ട് കറണ്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണോ എന്നുള്ളത് നോക്കണം. പിന്നെ കണ്ടക്റ്റീവ് പാർട്സ് അല്ലാത്ത മീൻസ് ഡോർസ് പോലത്തെ സാധനങ്ങൾ, അതിൻ്റെ നോൺ കറണ്ട് ക്യാരിങ് പാർട്സ് ഉണ്ട്, പക്ഷേ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്, എൻക്ലോഷേഴ്സ്, അതിൻ്റെയൊക്കെ എർത്തിങ് എങ്ങനെയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കണം. പിന്നെ ഇത് യൂസ് ചെയ്തേക്കുന്ന ടെർമിനേഷൻ യൂസ് ചെയ്തേക്കുന്ന ലെഗ്സിന് കോപ്പർ ലെഗ് തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തണം. മീറ്ററിങ്ങിന് നമ്മൾ സാധാരണ വോൾട്ടേജ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ട് സെലക്ടർ സ്വിച്ച് വെച്ചിട്ടായിരിക്കും ഓരോ ഫേസിൻ്റെ മെഷർ ചെയ്യണേ. പിന്നെ പവർ ഫാക്ടർ മെഷർ ചെയ്യണം. ആ മീറ്റർ അതേപോലെ ചിലപ്പോൾ സെലക്ടർ സ്വിച്ച് വെച്ച് ആയിരിക്കും വെച്ചേക്കുന്നത്, ഒരു മീറ്റർ ആയിരിക്കും വെച്ചേക്കുന്നത്. CT ആണ് ഇത് മെഷർ ചെയ്ത് ആ മീറ്ററിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. CTയുടെ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റിംഗ് ലാംപ്സ്, അതെന്തായാലും കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അതുകൂടാതെ എനർജി മീറ്റേഴ്സ് ടെസ്റ്റിംഗ് ആൻഡ് കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ DBയിലെ സബ് DBയുടെയൊക്കെ ഓരോ ചെക്ക് ചെയ്യേണ്ട പാർട്ടുകൾ. ഈച്ച് ആൻഡ് എവരി പാർട്ട് ശരിക്കും ഈ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഇത് കംപ്ലൈ ചെയ്യുന്നതാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, അത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമുക്ക് അപ്രൂവൽസൊക്കെ കിട്ടുള്ളൂ. പിന്നെ സിമിലർലി ഞാനിത് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. സിമിലർലി നമ്മുടെ ചെറിയ DBs, മെയിൻ DBയിലാണ്ട് ചെറിയ DBയൊക്കെ മെഷർമെൻറ്റ്സ് ഇതേ ചെക്ക് ലിസ്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ ആംബിയർ റേറ്റിംഗ് കുറച്ച് കുറയും, 40 to 125 വരെയൊക്കെയാണ് വരുന്നത്. സെയിം ഇതിൽ സിമിലർ പാറ്റേൺ തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്തേക്കുന്നത്. ജസ്റ്റ് അത് നിങ്ങൾ വായിച്ച് നോക്കുക. അതുകൊണ്ട് ഇതിലെല്ലാം സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ വരുന്നത് മെയിൻലി ELCBയുടെ സെക്ഷൻ വരുന്നുണ്ട്. ആ പാർട്ടിന് മാത്രമേ ഇതിൽ എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റ് ഓഫ് ബസ് ബാറും ടാപ്പ് സർക്യൂട്ടിൽ അപ്പോൾ ELCB സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ. ബസ് ബാർ അഡിക്കേറ്റ്ലി സൈസ്ഡാണോ എന്നൊക്കെ അതിന് മറ്റേതിലും ചോദിച്ചിരുന്നു. സെയിം ചെറിയൊരു വ്യത്യാസമാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. MCBയുടെ കേസുകൾ ഇതിൻ്റെ അകത്ത് കയറി വരുന്നുണ്ട്. ന്യൂട്രൽ ആൻഡ് എർത്ത് ബസ് ബാറിൻ്റെ അവിടെ ഭാഗത്ത് MCB റിലേറ്റഡ് ആയിട്ടുള്ള ചെക്കിങ് വരുന്നുണ്ട്. സോ സിമിലർ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരെണ്ണം മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 10-12 പോയിൻറ്റ്സ് നോട്ട് ചെയ്യണം എന്നുള്ള നമ്മൾ ഓർത്ത് വയ്ക്കുക. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും അതനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ആക്ച്വലി DBയുടെ മാത്രമായിട്ടുള്ള ചെക്ക് ലിസ്റ്റാണ്. അപ്പോൾ ഡിസൈനിൽ നമ്മൾ DB എന്ന് പറഞ്ഞ് കൊടുക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ DBയുടെ അകത്ത് ഇത്രയും കാര്യങ്ങൾ നോക്കണം എന്നുള്ളൊരു അറിവിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അൾട്ടിമേറ്റ്ലി നമ്മളിത് ഈ പറഞ്ഞ ആസ് പെർ സ്റ്റാൻഡേർഡ്സ് ആണെന്ന് ഫോളോ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതെല്ലാം ആസ് പെർ നമ്മുടെ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഓണറിൻ്റെ റിക്വയർമെൻറ്റ് പ്രകാരമാണെന്നും കൂടി ഫൈനൽ നോക്കുക. പിന്നെ
അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഇപ്പോൾ ELCB ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് അങ്ങനത്തെ പല സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. പിന്നെ ഫൈനലി ഇതിൻ്റെ ടൈറ്റ്നസ്, നെറ്റ് ബോൾട്ട് ടൈറ്റ്നസ്, അതിൻ്റെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് എല്ലാം നോക്കി ഡയലക്ട്രിക് സ്ട്രെങ്ത് എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആണ് മീൻസ് അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് മതി. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസിലുള്ളതാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഇത്തരം ചെക്ക് ലിസ്റ്റുകൾ വരുന്നത്. മിക്കവാറും അത് ഫാക്ടറി ഇൻസ്പെക്ഷനൊക്കെ ആയിരിക്കും ഈ പാർട്ട് വരുന്നത്. പിന്നെ നമ്മുടെ സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ DBയുടെ അകത്തുള്ള ഈ എന്ന് വെച്ചാൽ ഇത് ഇത്രയും സ്പെസിഫിക്കേഷൻസിനെ പല പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും. ഒരു ഫാക്ടറിയിൽ വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ സൈറ്റ് വെച്ചായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം പക്ക ഫോളോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അധികം ഡിഫക്ട്സ് ഇല്ലാത്ത രീതിയിൽ കുറ്റമറ്റതായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ്സ് മോർ ലൈക്ക് ചെക്ക് ലിസ്റ്റ്. ഇതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഫുള്ളി എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.